ഭഗവാൻ പറഞ്ഞു ഗീതയിൽ, ശാന്തിയാണ് ഏറ്റവും പരമമായ പ്രധാനമായിട്ടുള്ള കാര്യം. സത്യം അറിയാൻ, സ്വരൂപം അറിയാൻ എന്നുള്ളത്. സമാധാനം, സന്തോഷം അനുഭവിക്കണമെങ്കിൽ മനസ്സിന് ശാന്തി വേണം. അപ്പോൾ ഈ ശാന്തിയിലേക്ക് എത്താൻ ഉള്ള പ്രധാനപ്പെട്ട ഒരു തടസ്സമാണ് ഭയം എന്നുള്ളത്. ഫിയർ, ഭയപ്പെടുത്തുന്ന ചിന്തകളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ചില സമയത്ത് പുതിയ മാറ്റങ്ങൾ വരുത്താൻ, ശാന്തിയിലേക്കുള്ള നമ്മൾ ഈ പാതയിലൂടെ നടക്കുമ്പോൾ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവും. ഈ മാറ്റങ്ങൾ വരുത്താൻ വലിയൊരു തടസ്സമായി നിൽക്കുന്നതിലെ ഈ ഭയം ഒരു ഭംഗിയുള്ള ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് വരും. ഈ കോസ്റ്റ്യൂം എന്താ വെച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കണത്. നിങ്ങളുടെ ജീവിതത്തിൽ പല പല ഏരിയാസിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് പറയുന്നത്. പലപ്പോഴും ശാന്തിയിലേക്കുള്ള ഒരു മാറ്റത്തിന് തടസ്സമായി നിൽക്കുന്നത് ഭയം, റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഒരു കോസ്റ്റ്യൂമായിട്ട് ഇട്ടിട്ട് വരും. അയ്യോ, നിനക്ക് ഇങ്ങനെയുള്ളൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഇല്ലേ, നിനക്ക് ഈ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. ഇത് മൈൻഡിൻ്റെ ഏറ്റവും വലിയൊരു ആയുധമാണെന്ന് മനസ്സിലാക്കുക. എല്ലാ തരത്തിലും ശാന്തിയിലേക്ക് നമുക്ക് പോകാൻ പൂർണ്ണമായും മനസ്സിൻ്റെ സപ്പോർട്ട് കൂടി പോകാമെന്നൊന്നും വിചാരിക്കരുത്. കാരണം ഈ മനസ്സെന്താണ്, ട്രെയിൻ ചെയ്തെടുക്കാത്ത മനസ്സാണ്. ഈ മനസ്സിനെയാണ് ഭഗവാൻ പറയുന്നത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു, ആത്മൈവ രിപുരാത്മന. രിപു എന്ന് പറഞ്ഞ ശത്രു. ഈ മനസ്സ്, ട്രെയിൻ ചെയ്തെടുക്കാത്ത മനസ്സ് ശത്രുവായിട്ട് നമുക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ശത്രുവായിട്ട് മാറുക? ഇതാ, ഈ ശത്രുവായിട്ട് മാറുന്നതിൻ്റെ ഏറ്റവും വലിയ സിംറ്റമാണിത്. എന്ത്? മാറ്റം വരുത്തേണ്ട കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ടാവും. അവിടെയൊക്കെ നിനക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലേ, നിനക്ക് ഡ്യൂട്ടീസ് ഇല്ലേ, നിനക്ക് അപ്പം ഈ ഒരു കാര്യം പറഞ്ഞ് അതിലേക്ക് ഒളിപ്പിക്കുക. നമ്മുടെ പ്രോബ്ലംസിന് നമുക്ക് എവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടോ അവിടെ ഒന്നും മാറ്റങ്ങൾ വരുത്താതെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുക. നാളെ നീളെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനൊരു ടെൻഡൻസി നമ്മുടെ സ്വന്തം മനസ്സിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഫിയർ ഏത് കോസ്റ്റ്യൂം ഇട്ടിട്ടാണ് വരുന്നത്? റെസ്പോൺസിബിലിറ്റിയുടെ കോസ്റ്റ്യൂം ഇട്ടിട്ട് വരുന്നതായിട്ട് കാണാം. ലിസൺ, ഏറ്റവും വലിയ ലക്ഷ്യം, ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്താണെന്നറിയോ? നമുക്ക് നമ്മുടെ സ്വരൂപം അറിയുക, നമ്മൾക്ക് മോക്ഷത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി. അത് കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഉള്ളൂ. ഈ കാര്യം സാധ്യമാണെങ്കിൽ എന്ത് വേണം? മോക്ഷം, സ്വരൂപജ്ഞാനം, ശാന്തി, ഇതെല്ലാം വേണമെങ്കിൽ ശാന്തി, സമാധാനത്തിലേക്ക് എത്തണം. അപ്പോൾ മനസ്സ്, ചഞ്ചലമായ മനസ്സുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു. അഭ്യാസവും വൈരാഗ്യവും കൊണ്ട് മാത്രമേ ശാന്തിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കി വെക്കുക. ഈ ഭയം റെസ്പോൺസിബിലിറ്റീസിൻ്റെ കോസ്റ്റ്യൂമായിട്ട് വരുമ്പോൾ ശക്തിയായ ആ ജ്ഞാനത്തിൻ്റെ വാളുകൊണ്ട് നമ്മൾക്ക് ഖണ്ഡിച്ച് കളയാൻ പറ്റണം. അത് ജ്ഞാനത്തിൻ്റെ വാൾ എന്താണ്? എൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി സ്വരൂപം അറിയാണ്, ശാന്തിയാണ്, സന്തോഷമാണ്, ഭഗവാനാണ് എൻ്റെ പ്രധാന ലക്ഷ്യം എന്നുള്ള ഈ ഒരു ഘടകം ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു എന്താ പറയുക, അജ്ഞാനത്തിൽ നിന്ന് വരുന്ന ഈ ഒരു ഭയത്തിന് നമുക്ക് ഛേദിച്ച് മുന്നോട്ട് പോകാൻ പറ്റണം. അതെല്ലാവർക്കും സാധിക്കട്ടെ. ഓം നമോ നാരായണായ.